ഈ ഒരു വിഷുവിന് തേങ്ങ അരച്ച സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയാലോ. പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഇനി ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എവിടെ നിന്നാണെന്നൊന്നും ചോദിക്കേണ്ട. കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവരുടെ പേജിൽ, നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. എനിക്കിഷ്ടപ്പെട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ് ഞാൻ ഇവരുടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഫസ്റ്റിലായിട്ട് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ലോണം വെന്തിട്ടുള്ള പരിപ്പിലേക്ക് ആവശ്യത്തിലുള്ള കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അതുപോലെ കുറച്ച് വെണ്ടയ്ക്കും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ച ശേഷം നമുക്ക് തേങ്ങ അരയ്ക്കുക. തേങ്ങയിലേക്ക് ഞാൻ ചെറിയുള്ളി അതേപോലെ കുറച്ച് ജീരകം ഉഴുന്ന് പരിപ്പൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിലേക്കുള്ള പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതാ കോരി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങയും കൂടി അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് സാമ്പാർ പൊടിയും കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. കറിവേപ്പില ഇടാൻ മറക്കരുത്. അതേപോലെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി.